വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മിസ്സിന്റെ പേര് അനുശ്രീ എന്നാണ്. അപ്പൊ നിങ്ങളുടെ സയൻസിലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണല്ലേ നമ്മുടെ സെപ്പറേഷൻ ഓഫ് സബ്സ്റ്റൻസസ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പൊ ആ ചാപ്റ്ററിലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ. കുറെ സെപ്പറേഷൻ ടെക്നിക്സുകൾ പഠിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ കുറെ സെപ്പറേഷൻ ടെക്നിക്സ് നമ്മൾ കഴിഞ്ഞ ഒരു കുഞ്ഞു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഹാൻഡ് പിക്കിംഗ്, വിന്നോവിംഗ്, ത്രഷിംഗ്, അങ്ങനെ കുറെ സെപ്പറേഷൻ ടെക്നിക്കുകളെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി അത് കൂടാതെ നമുക്ക് വേറെ കുറച്ച് സെപ്പറേഷൻ മെത്തേഡ്സും കൂടെ ഉണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ ഹാൻഡ് പിക്കിംഗ് വഴിയും വിന്നോയിങ് വഴിയും ത്രഷിംഗ് വഴിയൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ കുറച്ച് മെത്തേഡുകൾ ഉണ്ട്. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഏതാനും കുറച്ച് മെത്തേഡുകൾ ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ റെഡി അല്ലേ? അപ്പൊ നോക്കിക്കേ മക്കളെ, നമ്മുടെ വിന്നോവിങ്ങും ത്രഷിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഗ്രെയിൻസ്, അതായത് നമ്മുടെ ഈ അരി എന്ന് പറയുന്നത് നമ്മൾ നേരെ അടുപ്പത്തിട്ട് വേവിച്ച് ഭക്ഷണമാക്കി കഴിക്കുകയാണോ നമ്മൾ ചെയ്യുന്നത്? നിങ്ങളുടെ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, അമ്മമാർ എന്ത് ചെയ്യും, ആദ്യം അരിയൊക്കെ ഒന്ന് എടുത്ത് കഴുകുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അരി കഴുകുന്നത്? നമ്മുടെ ഈ വിന്നോവിങ്ങും ത്രഷിങ്ങും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാലും ഈ അരിയിൽ ഒരുപാട് പൊടിപടലങ്ങളും ഒരുപാട് ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ഒരുപാട് മണ്ണും ചെളിയും ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ ഭക്ഷണം ചോറ് വെക്കുന്നതിന് മുമ്പ്, ഭക്ഷണം കുക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം? നമുക്കിതിലുള്ള പൊടിയും ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ നമുക്കൊന്ന് വേർതിരിക്കണം. അപ്പൊ അതിനെ നമുക്ക് ഈ ത്രഷിംഗ് വഴിയോ ഹാൻഡ് പിക്കിംഗ് വഴിയോ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല അല്ലെ. അപ്പൊ അതിനു വേണ്ടി നമുക്ക് വേറെ കുറച്ച് മെത്തേഡുകൾ ആവശ്യമാണ്. അപ്പൊ ഇതുപോലുള്ള മെത്തേഡുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നോക്കിക്കേ, നമ്മൾ എങ്ങനെയാണ് ഈ അരിയിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ നീക്കം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കണ്ടേ. അപ്പൊ അതവിടെ നോക്കി നോക്കും. നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഒരു പാത്രത്തിൽ നമുക്ക് വേണ്ട അരി എടുത്തിട്ട് നമ്മൾ അതില് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് കൈ വെച്ച് നമ്മൾ നന്നായിട്ട് അത് കഴുകിയെടുക്കും അല്ലെ. കഴുകുന്ന സമയത്ത് നിങ്ങൾ എന്താണ് കാണുന്നത്? നമ്മുടെ ഈ അരി എന്ന് പറയുന്നത് നമ്മുടെ ആ പാത്രത്തിന്റെ അടിയിൽ പോയിട്ട് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് കിടക്കും. ഈ ചളി നിറഞ്ഞ വെള്ളം അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് നിറഞ്ഞ വെള്ളം ഇങ്ങനെ മുകളിൽ നിൽക്കും. എന്നിട്ട് നമ്മൾ അതിന് എന്ത് ചെയ്യും? ഇങ്ങനെ നമ്മള് ഊറ്റിയെടുക്കുകയാണ് നമ്മൾ ചെയ്യാറുള്ളത് അല്ലെ. അങ്ങനെ ഒരു 3-4 തവണ നമ്മൾ കഴുകി കളഞ്ഞാലാണ് നമ്മുടെ ആ ഒരു അരി വൃത്തിയായി മാറുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെ, അതായത് ഇപ്പൊ നമ്മള് നോക്കിക്കേ നിങ്ങള്, വെൻ ദ ഹെവിയർ കമ്പോണന്റ് ഇൻ എ മിക്സ്ചർ സെറ്റിൽ ആഫ്റ്റർ വാട്ടർ ഈസ് ആഡഡ്. വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാല് ഈ വെയിറ്റ് ഉള്ള ആൾ എന്ത് ചെയ്യും? അതിന്റെ അടിയിൽ പോയി സെറ്റിൽ ചെയ്യും. നമ്മുടെ അരി പാത്രത്തിന്റെ അടിയിൽ പോയി കിടക്കുന്നത് പോലെ വെയിറ്റ് ഉള്ള ആൾ എന്ത് ചെയ്യും? ആ പാത്രത്തിന്റെ അടിയിൽ പോയി സെറ്റിൽ ചെയ്യും. ആ സെറ്റിൽ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെഡിമെന്റേഷൻ എന്ന് പറയുന്നത്. എന്താ നമ്മൾ പറയുന്നത്? സെഡിമെന്റേഷൻ എന്ന് പറയും. അപ്പൊ സെഡിമെന്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മുകളിലെ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസും ഈ സോയിലൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു വെള്ളം നമ്മൾ എന്ത് ചെയ്യും? ഊറ്റിക്കളയും. ആ നെയാണ് when the water along with the dust is removed. ആ ഡസ്റ്റ് അടങ്ങിയിട്ടുള്ള വാട്ടർ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡീകാന്റേഷൻ എന്ന് പറയുന്നത്. എന്താ മക്കളെ? ഡീകാന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അരി കഴുകുന്ന സമയത്ത് അരി വെയിറ്റുള്ള ആൾ അടിയിൽ പോയി സെറ്റിൽ ചെയ്യുന്നതിനെ നമ്മൾ സെഡിമെന്റേഷൻ എന്ന് പറയും. ആ മുകളിലുള്ള തെളിവെള്ളം, ആ ചളിവെള്ളം നമ്മൾ ഊറ്റിക്കളയുന്നതിനെ നമ്മൾ ഡീകാന്റേഷൻ എന്ന് പറയും. അപ്പൊ അതാണ് സെഡിമെന്റേഷൻ, ഡീകാന്റേഷൻ. ഇത് അരി കഴുകാൻ മാത്രമല്ല, നോക്കിക്കേ, നമ്മൾ പല ധാന്യങ്ങളും, ഇപ്പൊ പരിപ്പായിക്കോട്ടെ, പയറായിക്കോട്ടെ, കടലയായിക്കോട്ടെ, അങ്ങനെ എന്ത് പൾസസ് ആയിക്കോട്ടെ, ഇതൊക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യാറുള്ളത് അല്ലെ. എല്ലാം നമ്മൾ വെള്ളത്തിലിട്ട് നന്നായി കഴുകുമ്പോൾ നമ്മുടെ വെയിറ്റുള്ള ആൾ അടി പോയി സെറ്റിൽ ചെയ്യും, മുകളിൽ പൊടി പടലങ്ങളും ഡസ്റ്റും ഒക്കെ ഉള്ള വെള്ളം നമ്മൾ മുകളിൽ നിന്ന് ഊറ്റിക്കളയും. അതാണ് നമ്മുടെ സെഡിമെന്റേഷനും ഡീകാന്റേഷനും. ക്ലിയർ ആയ എല്ലാവർക്കും? ക്ലിയർ അല്ലേ? ഇനി ഇതേ പ്രിൻസിപ്പിൾ ആണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? പരസ്പരം കലരാത്ത രണ്ട് സൊല്യൂഷൻസ്, അതായത് പരസ്പരം മിക്സ് ആവാത്ത രണ്ട് സൊല്യൂഷൻസ്. അപ്പൊ നോക്കിയത്, ഇവിടെ ഒരു ഗ്ലാസ്സിൽ മിസ് കുറച്ച് വാട്ടർ എടുത്തിട്ടുണ്ട്. എന്താണ്? വാട്ടർ എടുത്തിട്ടുണ്ട്. അതേപോലെ എന്തെടുത്തിട്ടുണ്ട്? ഓയിൽ എടുത്തിട്ടുണ്ട്. വാട്ടറും ഓയിലും കൂടെ ഒരു ഗ്ലാസ്സിൽ എടുത്ത സമയത്ത് അത് രണ്ടും കൂടെ മിക്സ് ആവാറുണ്ടോ? ഇല്ല അല്ലെ. വാട്ടർ താഴെ വേറെ ലെയറായിട്ടും ഓയിൽ മുകളിൽ വേറൊരു ലെയറുമായിട്ടാണ് നിൽക്കാറുള്ളത്. അപ്പൊ ഈ വാട്ടർ ലെയറിനെയും ഓയിൽ ലെയറിനെയും നമുക്ക് എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അവിടെ നമ്മൾ ഈ സെയിം പ്രിൻസിപ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യും? ആ മോൾ ഭാഗത്തുള്ള ഓയിലിനെ നമ്മൾ ഇങ്ങനെ ഡീകാന്റേഷൻ വഴി വേറൊരു പാത്രത്തിലേക്ക് എടുക്കും. അപ്പൊ എന്തായി? ഓയിലിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കിട്ടി. നമ്മുടെ വാട്ടർ എന്ത് ചെയ്തു? ആ പാത്രത്തിൽ തന്നെ നിന്നു. അപ്പൊ ഇങ്ങനെ രണ്ട് ലെയർ ആയിട്ട് നിൽക്കുന്ന സമയത്ത് മുകളിലത്തെ ലെയറിനെയും താഴത്തെ ലെയറിനെയും നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, ഇറ്റ് ഈസ് കോൾഡ് ഡീകാന്റേഷൻ. നമ്മൾ ഡീകാന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളെ മാത്രമല്ല, പരസ്പരം മിക്സ് ആവാത്ത രണ്ട് ലിക്വിഡുകളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, പ്രത്യേകിച്ച് ഇങ്ങനെ ഓയിൽ വാട്ടർ മിക്സ്ചറുകളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഡീകാന്റേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ. ഇനി അതേപോലെ വാട്ടറിൽ സോയിൽ ഉണ്ടെങ്കിൽ, ഇപ്പൊ വെള്ളത്തിന്റെ അടിയിൽ മണ്ണുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു ചെളി വെള്ളാന്ന് വിചാരിക്കുക, അപ്പൊ വെള്ളത്തിന്റെ അടിയിൽ മണ്ണുണ്ടെങ്കിലും നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഡീകാന്റേഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ ഇതിങ്ങനെ ചെളിവെള്ളമാണ്,
ചെളിയുണ്ട്, വെള്ളമുണ്ട്. അപ്പൊ മോൾ ഭാഗത്ത് വെള്ളം നിൽക്കും, നമ്മുടെ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇത് അടിയിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് കിടക്കുന്നത് കാണാം, നമ്മുടെ സോയിൽ പാർട്ടിക്കിൾസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ മുകളിലുള്ള വെള്ളത്തെ നമ്മൾ ഡീകാൻറ്റേഷൻ വഴി എടുക്കും, താഴെ സോയിൽ അതേപോലെ സെറ്റിൽ ചെയ്യും. അപ്പൊ അതാണ് മക്കളെ നമ്മുടെ ഡീകാൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി അതുപോലെ വേറെ നെക്സ്റ്റ് ഒരു പ്രോസസ്സാണ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇപ്പൊ വീട്ടിലൊക്കെ ചായ ഉണ്ടാക്കുന്ന സമയത്ത് ചായയിൽ നിന്ന് നമുക്ക് ടീ ലീവ്സ് സെപ്പറേറ്റ് ചെയ്യണം അല്ലേ. ചായപ്പൊടി നമുക്ക് എന്ത് ചെയ്യണം, ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. നമുക്ക് ഒരു പരിധി വരെ നമുക്കത് ഡീകാൻറ്റേഷൻ വഴി ചെയ്യാം. മുകളിലുള്ള ചായയുടെ തെളിവെള്ളം മാത്രം ഊറ്റിയെടുക്കുക. അപ്പൊ അടിയിൽ ആ ചായയുടെ പൊടി അത് അങ്ങനെ കിടക്കുന്ന ടീ ലീവ്സ് കിടക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ എന്നാലും നമ്മൾ ഊറ്റിയെടുത്ത ചായയിൽ കുറച്ചൊക്കെ ടീ ലീവ്സ് ഉണ്ടാവാറില്ലേ. അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, ഫിൽട്രേഷൻ ആണ്. ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അരിച്ചെടുക്കുക. നമ്മൾ അരിപ്പ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അരിച്ചെടുക്കും. അപ്പൊ ഇതാ ടീ ലീവ്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ അരിപ്പയിൽ നിൽക്കും, ടീ മാത്രം നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് കിട്ടും. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫിൽട്രേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ സെഡിമെന്റേഷൻ, ഡീകാൻറ്റേഷൻ, ഫിൽട്രേഷൻ നമ്മൾ പറഞ്ഞു. ഇനി നമ്മുടെ എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ് നമ്മൾ ശുദ്ധമായ ജലം ഡ്രിങ്ക് ചെയ്യണം അല്ലെ. കുടിക്കാൻ നമുക്ക് എപ്പോഴും നല്ല പ്യൂരിഫൈ ആയിട്ടുള്ള ശുദ്ധമായിട്ടുള്ള വാട്ടറാണ് നമുക്ക് ആവശ്യം. പലപ്പോഴൊക്കെ നമ്മുടെ പൈപ്പിൽ വരുന്ന വെള്ളത്തിൽ നമ്മൾ ഈ മണ്ണ് മിക്സ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ചെളി മിക്സ് ആയിട്ട് ഒരു ചെളി കളറിൽ വെള്ളം വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, അതിനെ പ്യുവർ ആക്കി എടുക്കണം. അത് നമ്മൾ എങ്ങനെയാ ചെയ്യാന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ അതവിടെ നോക്കിക്കേ, ഇവിടെ ഒരു പാത്രത്തിൽ ഇതാ മഡി വാട്ടർ, നമ്മുടെ ചെളി വെള്ളം ഉണ്ട്. അപ്പൊ അതിനെ കുറച്ചു നേരം ഇങ്ങനെ അനക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതാ മഡ് താഴെ പോയി ഡെപ്പോസിറ്റ് ചെയ്യും, നമ്മുടെ വാട്ടർ മുകളിൽ ഇങ്ങനെ ഊറി നിൽക്കാറുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ നമ്മുടെ ഡീകാൻറ്റേഷൻ വഴി നമ്മൾ എന്ത് ചെയ്യും, ആ വെള്ളത്തിൽ നമ്മൾ ഊറ്റിയെടുക്കാറുണ്ട്. പക്ഷെ ആ ഊറ്റിയെടുത്ത വെള്ളത്തിലും ചിലപ്പോൾ നമ്മൾ ഈ മണ്ണിന്റെ കളർ കാണാറില്ലേ. അപ്പൊ അതിനെ നമ്മൾക്ക് ഒന്നും കൂടെ പ്യൂരിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇതാ ഇതുപോലെ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് ഒരു നല്ലൊരു തുണി എടുക്കുക. നല്ലൊരു പ്യുവർ ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഒരു തുണി എടുത്തു കഴിഞ്ഞിട്ട് ആ വെള്ളത്തിൽ നമ്മൾ ഈ തുണിയിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഈ തുണിയുടെ ഈ നൂലുകൾക്ക് ഇടയ്ക്ക് കുഞ്ഞു ഹോൾസ് ഉണ്ടല്ലേ. അപ്പൊ അവരെന്ത് ചെയ്യും, ആ ഡസ്റ്റിനെയൊക്കെ അവർ വീണ്ടും എന്ത് ചെയ്യും, ആ തുണിയിൽ നിൽക്കും, നമ്മുടെ പ്യുവർ ആയിട്ടുള്ള വാട്ടർ നമുക്ക് താഴെ കൂടെ കിട്ടും. ഇനി അങ്ങനെ കിട്ടിക്കഴിഞ്ഞാലും ആ വാട്ടറിൽ കുറച്ച് മഡ് കണ്ടന്റ് ഉണ്ട് എങ്കിൽ നമുക്ക് അതിനൊന്നും കൂടെ ഫിൽട്ടർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം, വളരെ ഇതിനേക്കാൾ ടൈനി പോഴ്സുള്ള ഒരു പേപ്പർ ഉണ്ട്. നമ്മളതിന് ഫിൽറ്റർ പേപ്പർ എന്ന് പറയും. എന്താ നമ്മൾ പറയാ, ഫിൽറ്റർ പേപ്പർ എന്ന് പറയും. നമ്മുടെ ക്ലോത്തിനെക്കാട്ടിലും ഫൈൻ പോർസ് ആണ് ഇതിലുള്ളത്, നമ്മുടെ ഫിൽറ്റർ പേപ്പറിലുള്ളത്. വളരെ ടൈനി ഹോൾസ് ആണ്. അപ്പൊ അതിലൂടെ നമ്മൾ ആ വാട്ടർ പാസ് ചെയ്യുന്ന സമയത്ത് ഇനി ഏതെങ്കിലും ഡസ്റ്റ് പാർട്ടിക്കിൾസ് നമ്മുടെ വാട്ടറിൽ ഉണ്ടെങ്കിൽ, സോയിൽ നമ്മുടെ വാട്ടറിൽ ഉണ്ടെങ്കിൽ അതും കൂടെ എവിടെ നിൽക്കും, നമ്മുടെ ഫിൽറ്റർ പേപ്പറിൽ നിൽക്കും. പ്യുവർ ആയിട്ടുള്ള വാട്ടർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് ഈ ഫിൽറ്റർ പേപ്പർ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. ഈ ഫിൽറ്റർ പേപ്പറിന് ഇങ്ങനെ റൗണ്ട് ഷേപ്പുള്ള ഫിൽറ്റർ പേപ്പറിന് നമ്മൾ എന്ത് ചെയ്യും, അതിന് നമ്മളൊരു കോൺ ഷേപ്പിൽ, നമ്മളിപ്പോ കഞ്ഞിയൊക്കെ കുടിക്കാൻ വേണ്ടി സ്പൂൺ പോലെയൊക്കെ ആക്കില്ലേ, അപ്പൊ ഒരു കോൺ ഷേപ്പിൽ നമ്മളിത് ഇങ്ങനെ മടക്കി എടുക്കും. എന്നിട്ട് നമ്മൾ അതിനിങ്ങനെ ഫണലിൽ വെക്കുന്ന സമയത്ത് അതവിടെ നോക്കിക്കേ, ഒരു ക്ലിയർ ചിത്രം ഉണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ കോൺ ഷേപ്പിൽ മടക്കി നമ്മുടെ ഫണലിൽ ഇങ്ങനെ വെക്കും. എന്നിട്ട് നമ്മൾ ഈ മഡി വാട്ടർ ഇതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് പ്യുവർ വാട്ടർ ഇത് അവിടെ താഴെ കിട്ടും. പ്യുവർ ആയിട്ടുള്ള ക്ലീൻ വാട്ടർ നമുക്കിവിടെ താഴെ കിട്ടും. ഇതിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, മഡ് പാർട്ടിക്കിൾസ് നമ്മുടെ ആ ഫിൽറ്റർ പേപ്പറിൽ തന്നെ റിമൈൻ ചെയ്യും. അപ്പൊ വളരെ ഫൈനായിട്ട് ഫിൽട്ടർ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ഫിൽറ്റർ പേപ്പറാണ് ഉപയോഗിക്കുക. നമ്മൾ ക്ലോത്ത് വഴി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഡസ്റ്റ് പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്ത് കിട്ടും. അതിൽ നിന്നും നമുക്ക് സോയിലിനെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഫിൽറ്റർ പേപ്പറുകളൊക്കെ യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി പിന്നെ വേറെ എവിടേക്കാണ് നമ്മൾ ഫിൽട്രേഷൻ ഉപയോഗിക്കാറെന്ന് നിങ്ങൾക്കറിയോ? ഇപ്പൊ നമ്മൾ ജ്യൂസ് ഒക്കെ അടിക്കുന്ന സമയത്ത് ഇപ്പൊ ജ്യൂസിലുള്ള സീഡ്സ് അതേപോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിൽട്രേഷൻ യൂസ് ചെയ്യാറുണ്ട്. ഇതവിടെ പിക്ചറിൽ കാണിച്ച പോലെ ഫിൽട്രേഷൻ യൂസ് ചെയ്യാറുണ്ട്. ജ്യൂസ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾ വീട്ടിൽ കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇപ്പൊ വീട്ടില് പനീർ ഉണ്ടാക്കുന്ന സമയത്ത്, പനീർ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? പനീറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? നമ്മൾ പാല് തിളപ്പിക്കുമ്പോൾ അതിലേക്ക് കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും, അതിൽ നിന്ന് പനീറായിട്ട് മാറും. പിന്നെ ആ പനീറിനെ നമുക്ക് എന്ത് ചെയ്യണം, ഇതുപോലുള്ള വൈറ്റ് ക്ലോത്ത് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ഫിൽറ്റർ ചെയ്ത് അതിൽ നിന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അരിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് പനീർ കിട്ടുന്നത്. പനീർ വെച്ച് കറിയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ടേസ്റ്റ് അല്ലേ. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ഫിൽട്രേഷൻ ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇപ്പൊ ഓണക്കാലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പായസം ഉണ്ടാക്കുന്ന സമയത്ത് വീട്ടിൽ അമ്മമാര് തേങ്ങയിൽ നിന്ന് തേങ്ങാപ്പാല് എന്ത് ചെയ്താൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ഈ കോട്ടന്റെ തുണികളൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ എന്തായിരിക്കും, തേങ്ങാ പീരയൊക്കെ ആ ക്ലോത്തിൽ ഇങ്ങനെ നിൽക്കും. തേങ്ങാ പാല് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ക്ലോത്തിൽ നിന്ന് നമുക്ക് പ്യുവർ ആയിട്ട് നമുക്ക് കിട്ടും.
ഓക്കെ. അപ്പൊ ഇങ്ങനെ ഫിൽട്രേഷൻ നമ്മൾ ഡെയിലി ലൈഫിൽ ഒരുപാട് സ്ഥലത്ത് കാണുന്നുണ്ട്. നമ്മൾ ചായ വെക്കുന്നത് മുതൽ ജ്യൂസ് അടിക്കുന്നത് മുതൽ പനീർ ഉണ്ടാക്കുമ്പോൾ അവിടെയൊക്കെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? നമ്മൾ ഈ ഫിൽട്രേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം ഓരോ സെപ്പറേഷൻ ടെക്നിക്കുകളാണ്. അപ്പൊ നമ്മൾ ഏതൊക്കെ സെപ്പറേഷൻ ടെക്നിക്കുകളാണ് പറഞ്ഞതെന്നൊന്ന് പറഞ്ഞ എല്ലാവരും. നമ്മൾ സെഡിമെന്റേഷൻ എന്താന്ന് പറഞ്ഞു, ഡീകാന്റേഷൻ എന്താന്ന് പറഞ്ഞു, ഫിൽട്രേഷൻ എന്താന്ന് പറഞ്ഞു. ഇനി ഇതുപോലെ വീണ്ടും ഒരുപാട് സെപ്പറേഷൻ ടെക്നിക്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ ആയിട്ട് നമുക്കിനി വീണ്ടും അടുത്ത വീഡിയോസിൽ കാണാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, മാക്സിമം ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് അപ്പൊ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.